ഒരു ശതമാനം 32% ആളുകൾ ഇതിനോടകം മലപ്പുറം ജില്ലയിലും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ചൂടുയരുമ്പോൾ പോളിംഗ് ബൂത്തുകളിലെ കാഴ്ച എന്താണ്? ആളുകൾ കുറയുകയാണോ കൂടുകയാണോ? ഇത് ആർക്കുള്ള സൂചനകളാണ് മലപ്പുറം നൽകുന്നത്? രേണുക, മലപ്പുറത്തെ ഏറ്റവും അവസാനം ലഭിച്ച പോളിംഗ് ശതമാനം 32-ലേക്ക് കടന്നിരിക്കുന്നു. നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. 35 ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് മങ്കട മണ്ഡലത്തിലാണ്. ഇവിടെ ഷാമിയാന പന്തലെല്ലാം കെട്ടി വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് സമയമായി കാത്തു നിൽക്കുന്നവരാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവരുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഒരുപാട് സമയമായി കാത്തുക്കാൻ തുടങ്ങിയിട്ട്? ഒരുപാട് സമയമായി. ലേറ്റ് ആവുന്നുണ്ടോ അവിടെ? ആദ്യ വോട്ടോ കന്നിവോട്ടാണോ? അല്ല. എവിടെ നിന്നാണ്? ഒരുപാട് നേരമായി കാത്തുക്കാൻ തുടങ്ങിയിട്ടൊക്കെ? കുറച്ചു നേരമായി. ബുദ്ധിമുട്ടുണ്ടോ വെയിലും ചൂടൊക്കെ ആയിട്ട്? ഇല്ല. എന്താണെങ്കിലും വെയിലും ചൂടൊക്കെ ആണെങ്കിലും വോട്ട് ചെയ്തേ മടങ്ങൂ എന്നുള്ള തീരുമാനത്തിലാണ് വോട്ടർമാരൊക്കെ തന്നെ ഉള്ളത്. ഇവരുടെ കുറെ നേരമായി കാത്തുക്കാൻ തുടങ്ങിയിട്ട്? കേട്ടില്ല, എന്താ പറഞ്ഞേ? ഒരുപാട് സമയമായോ കാത്തുക്കാൻ തുടങ്ങിയിട്ട്? ഒരു അരമണിക്കൂറായി. 1.5 മണിക്കൂറിന് മേലെ ഞങ്ങൾ അവിടെ നിൽക്കുന്നു. എന്താണ് പോളിംഗ് വൈകുന്നതിന്റെ കാരണം? എന്താണെന്ന് പറയുന്നത്? ഒരു മെഷീനേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരു മെഷീനേ ഉള്ളൂ. ഓരോരുത്തരായിട്ട് സമയം ഒരു അതിൻ്റെ അടിയിൽ കൂടി പ്രായമുള്ള ആൾക്കാരും സുഖമില്ലാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ അതിൽ സമയം ഡിലേ ആവുന്നുണ്ട്. എന്നാലും കാത്തുന്നാലും വോട്ട് ചെയ്തിട്ടേ എത്ര കാത്തുന്നാലും വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ. എങ്ങനെയാണ് ഒരുപാട് നേരമായില്ലേ? വോട്ട് ചെയ്തിട്ട് തന്നെ പോകാൻ ഇത്ര നേരം കാത്തുന്നാലും വോട്ട് ചെയ്യും അല്ലേ? വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ, വമ്പം മത്സരമല്ലേ? വമ്പം മത്സരമല്ലേ മങ്കടയിലെ? അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും വോട്ട് ചെയ്യും അല്ലേ? ആർക്ക് വോട്ട് ചെയ്യുന്നതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ നമ്മൾക്ക് ഈ പോളിംഗിന്റെ കണക്കിലേക്ക് കൂടി വരേണ്ടതുണ്ട് രേണുക. നേരത്തെ പറഞ്ഞതുപോലെ 32% ഇതുവരെയുള്ള ടോട്ടൽ ജില്ലയിലെ പോളിംഗെങ്കിൽ ഏറ്റവും അധികം ഈ പോളിംഗ് ഇതുവരേക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത് മഞ്ചേരിയിലാണ്. മഞ്ചേരിയിൽ 34% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ 33.75, നിലമ്പൂരിൽ 33.86, മങ്കടയിൽ 31.96. അത് മങ്കടയിൽ അല്പം കുറവാണ് ജില്ലാ ശരാശരി വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കണക്ക് വന്നിരിക്കുന്നത് LDF ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമായ പൊന്നാനിയിൽ 30% താഴെയാണ് ഇതുവരെയുള്ള പോളിംഗ് എന്നുള്ളതാണ്. 29 തിരൂരില് 30% താഴെയാണ് സാഹചര്യം. പൊന്നാനിയിൽ അനുമോദ് സൂചിപ്പിച്ചതുപോലെ 30% താഴെ, വേങ്ങരയിലും 30% താഴെ. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്ന 3 മണ്ഡലങ്ങൾ അത് മലപ്പുറത്താണ്. തീർച്ചയായും അത് ഈ 3 വലിയ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് എന്നുള്ളത് കൂടി അതിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് തിരൂരിലേക്ക് നമുക്കറിയാം വി അബ്ദുറഹ്മാൻ മണ്ഡലം മാറി എത്തിയതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമായി തിരൂർ മാറി. വേങ്ങരയിൽ സബാഹ കൊണ്ടുപുഴയ്ക്കൽ KM ഷാജിക്കെതിരെ കടുത്ത പോരാട്ടമാണ് നടത്തുന്നത്. പക്ഷേ ഇവിടെയൊക്കെ പോളിംഗ് ശതമാനം കുറയുന്നത് എന്തിൻ്റെ സൂചനയാണ് എന്നതാണ് പ്രധാനമായിട്ടും ആശങ്കപ്പെടുത്തുന്നത്. രണ്ട് മുന്നണികൾക്കും ഒരുപോലെ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് ഈ മേഖലകളിൽ ആശങ്ക നൽകുന്നുണ്ട്. വേങ്ങരയിലൊക്കെ സാധാരണഗതിയിൽ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ പോളിംഗ് ശതമാനം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ചാണ് ആശങ്ക ഉണ്ടാവുക. തിരൂരിലേക്ക് എത്തുമ്പോൾ തിരൂരിൽ 29%, 30 താഴെ എന്ന് പറയുമ്പോൾ അവിടെ നാടിളക്കിയുള്ള പ്രചരണമാണ് വി അബ്ദുറഹ്മാൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പോൾ ചെയ്യാത്ത ആരുടെ വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കുന്നത് എന്നുള്ളത് ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പൊന്നാനിയിലാണെങ്കിലും സമാനമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണുള്ളത്. പൊന്നാനിയൊക്കെ ഇക്കുറി സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ തർക്കങ്ങളും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീരദേശ മേഖലയിൽ പോളിംഗിൽ നിന്ന് വോട്ടർമാർ വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് ആരെ ബാധിക്കുമെന്ന സംശയമാണ് എല്ലാവർക്കും ഉള്ളത്. എന്താണെങ്കിലും ഈ 3 മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം കുറയുന്നത് UDF-നെ സംബന്ധിച്ച് വേങ്ങരയിൽ കുറയുന്നത് അല്പം ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം വേങ്ങരയിൽ അവരുടെ മണ്ഡലമാണ്, സ്വാഭാവികമായിട്ട് അവരുടെ കോട്ടയായിട്ട് അവർ കാണുന്ന മണ്ഡലമാണ്. അപ്പോൾ അവിടെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പോളിംഗ് ശതമാനം കൂടിയില്ലെങ്കിൽ അതൊരു പക്ഷേ നെഗറ്റീവ് ആകുമോ എന്നൊരാശങ്ക UDF-നുണ്ടാകാം. അതേ സമാനമായ അവസ്ഥ തന്നെയാണ് പൊന്നാനിയിൽ പോളിംഗ് ശതമാനം കൂടാത്തതിൽ LDF-നും
LDF സംബന്ധിച്ച് ഉയരുന്നത്. എന്നാണെങ്കിലും നിലവിൽ ഈ ഒരു ഇതിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഉച്ചയോടെ 50% അടുത്തേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. ഒരു മണിയോടെ 50% മുകളിൽ പോളിംഗ് ജില്ലയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ പോളിംഗ് ശതമാനം കുറയുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടല്ലോ. ഒന്ന് വോട്ടർമാരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? എന്താണ് മലപ്പുറത്തിന്റെ മനസ്സിലെന്നത് ഒന്ന് ചോദിച്ചറിയാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? മാത്രമല്ല നല്ല ശക്തമായ ചൂട് ഉള്ള ഈ സമയത്ത് ക്യൂ അങ്ങ് നീണ്ടു കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രേണുക, അവരെ മുഖം അങ്ങോട്ട് തിരിച്ചു നിർത്തുന്നതിന് നമ്മുടെ ക്യാമറ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രതികരണമായി ചെന്നപ്പോൾ തന്നെ അവർ മുഖം മാറ്റുന്ന അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് എന്നാലും ചോദിച്ചു നോക്കാം. ഉമ്മ എവിടുന്ന ഉമ്മ വരുന്നത്? ഇവിടെ തന്നെയാണ് വീട്. എന്താണ് ഈ വെയിലൊക്കെ ആയിട്ട് ആകെ പ്രശ്നമാണല്ലോ. എന്തായാലും സംസാരിക്കാനൊക്കെ രേണുക, ഇതാണ് നമുക്ക് ഈ വനിതാ വോട്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് കിട്ടാൻ. ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ക്യാമറയുടെ നേരത്തേക്ക് അവർ മുഖം തന്നെ തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇതൊരു മലപ്പുറത്തിൻ്റെ ഒരു തനത് സ്വഭാവം കൂടിയായിട്ട് കാണണം. എന്താണെങ്കിലും നമ്മളോട് മുഖം മറച്ച് നിൽക്കുകയാണെങ്കിൽ പോലും അവരുടെ പുരുഷന്മാരുടെ ക്യൂവിലും വലിയ നീണ്ട ക്യൂ തന്നെയാണ് പുരുഷന്മാരുടേതും ഉള്ളത്. എന്തായാലും അനുമോദ് നിൽക്കുന്ന ബൂത്തിൽ ഇപ്പോൾ ശക്തമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ക്യൂ ഇങ്ങനെ നീണ്ടു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് സംസ്ഥാനത്തെ പൊതുവെ ഉള്ളൊരു കാഴ്ചയാണ്. അതേസമയം അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ മലപ്പുറത്തെ ശക്തമായ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ വോട്ടിംഗ് ശതമാനം അല്പം പിന്നിലാണ്. അത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിന്നിലുള്ള വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നു എന്നതാണ്. തിരൂരിലും പൊന്നാനിയിലും വേങ്ങരയിലുമാണ് ഏറ്റവും കുറവ് പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. 30%-ലേക്ക് സംസ്ഥാന ശരാശരിയുടെ അത്രയും എത്തുന്നില്ല മലപ്പുറത്തെ ഈ 3 മണ്ഡലങ്ങളിലെ പോളിംഗ് എന്നതാണ്. അത് എന്തുകൊണ്ടാണ് എന്നതൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. മുന്നണികൾക്ക് ആ രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം കൂടിയാണ് അനുമോദ് സൂചിപ്പിച്ചത്. അതേസമയം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. 40% പിന്നിട്ടിരിക്കുകയാണ് അവിടുത്തെ പോളിംഗ്. ഇതുവരെ 40% പിന്നിട്ട ഏക മണ്ഡലം സംസ്ഥാനത്ത് തൃപ്പൂണിത്തുറയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ വോട്ടെടുപ്പിന്റെ കൂടുതൽ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.